ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ്, ഡേ 10. ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ലവ് യുവർ ബോഡി ആൻഡ് ഹീൽ യുവർ പെയിൻ. നമ്മിൽ പലർക്കും പലതര ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, രോഗങ്ങൾ ഒക്കെയുണ്ട് അല്ലേ? നമ്മുടെ ശരീരം ഈ ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. അതിനെയെല്ലാം പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രോഗം മാനസിക തലത്തിൽ വന്നതിന് ശേഷമാണ് ശാരീരികമായി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നമ്മെ ആരെങ്കിലും അടിക്കാൻ വരുമ്പോഴേ ശരീരത്തിൽ കൊള്ളുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കില്ലേ? അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കില്ലേ? അതുപോലെ തന്നെ ശരീരം വളരെ സുരക്ഷിതമായിരിക്കുവാൻ ഒപ്റ്റിമം ഹെൽത്ത് ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ്, ഇവയിലൂടെ നമ്മൾ തന്നെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫിസിക്കൽ പെയിൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? മെഡിസിൻ കഴിക്കും. ഒരു തലവേദന വന്നാൽ, ഒരു ബോഡി പെയിൻ വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു മെഡിസിൻ എടുത്ത് കഴിക്കും. പക്ഷെ ആ പെയിനിലൂടെ ശരീരം എന്താണോ നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് കേൾക്കാൻ നിൽക്കാതെ മെഡിസിൻ എടുത്ത് കഴിച്ച് നമ്മൾ ശരീരത്തോട് എനിക്കൊന്നും കേൾക്കണ്ട, ഐ ആം നോട്ട് റെഡി ടു ലിസൺ യു എന്നാണ് കമാൻഡ് കൊടുക്കുന്നത്. ചിലരാണെങ്കിലോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയ സിറ്റുവേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി രോഗങ്ങളെ കൊണ്ടു നടക്കുന്നവരുണ്ട്. എനിക്ക് രോഗമാണ്, എനിക്ക് വേദനയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ മാറുവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ അവബോധത്തിലേക്ക് എത്തുവാൻ നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചിന്തകളാണ് നമ്മുടെ ബ്രെയിനിനും ഉപബോധ മനസ്സിനും കിട്ടുന്ന കമാൻഡ്. ഐ ലവ് മൈ ബോഡി. ഞാൻ എൻ്റെ ശരീരത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. എൻ്റെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയാകുവാൻ എല്ലാം നൽകുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ചിന്തകളിലൂടെ കമാൻഡ് കൊടുക്കണം. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സിന് ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടുമാണ് നമ്മളെ കമാൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ജേർണൽ ഇതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുക, ഒന്ന് സ്വയം മെഡിറ്റേറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക്. അതിനുശേഷം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ രോഗം. അങ്ങനെ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് അസ്വസ്ഥതയുള്ളത് എന്ന്. അതിനുശേഷം ചോദിക്കും, അതിൻ്റെ റീസൺ എന്താണ് എന്ന ചിന്ത നമ്മളിലേക്ക് കൊടുക്കുക. ഐ നീഡ് ടു നോ ദിസ് റീസൺ. അതിൻ്റെ റീസൺ എന്താണ് എന്ന് എനിക്കറിയണം എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക. എൻ്റെ ജീവിതത്തിലെ എന്ത് കാര്യമാണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരം ഈ ഒരു രീതിയിലേക്ക് ആയി മാറുന്നത്? ജസ്റ്റ് മെഡിറ്റേറ്റ്. ഈ ചോദ്യങ്ങൾ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് കുറച്ചു നേരം നിശബ്ദമായി നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിരിക്കുക. നമ്മളൊരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കില്ല, എപ്പോഴും വെളിയിലേക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എപ്പോഴും വെളിയിലെ കാര്യങ്ങളാണ് കേൾക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഉള്ളിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. എന്താണോ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ അതിനെ ജേർണൽ ചെയ്യുക. അതോടൊപ്പം മിറർ വർക്കിന് ഉപയോഗിക്കുന്ന അഫർമേഷൻ ഇതാണ്. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ നമ്മളെ തന്നെ ചേർത്ത് നിർത്തുക. അതിനുശേഷം മനസ്സിൽ പറയേണ്ടത് ഇതാണ്. ഇപ്പം നമുക്ക് വയറിനൊരു പ്രശ്നമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അഫർമേഷൻ കൊടുക്കേണ്ടത്. ഐ ലവ് യു മൈ സ്റ്റൊമക്ക്. ഐ റിയലി റിയലി ലവ് യു മൈ ഹെൽത്തി സ്റ്റൊമക്ക്. ഐ ടേക്ക് കെയർ ഓഫ് യു. ഐ ഗീവ് യു ദ പെർമിഷൻ ടു ബി വെൽ. സ്റ്റൊമക്കിന് ഹീലാകാനുള്ള പെർമിഷൻ കൊടുക്കുന്നു എന്ന കമാൻഡാണ് അഫർമേഷനായി കൊടുക്കേണ്ടത്. അതായത് ഉപബോധ മനസ്സിന് ബോധ മനസ്സിൽ നിന്നും കമാൻഡ് കൊടുക്കുകയാണ്. എപ്പോഴും നല്ല ആരോഗ്യത്തോടെ നിലനിൽക്കാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ചിന്തകളായും വാക്കുകളായും നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിനെ ബോധ മനസ്സുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കമാൻഡ് ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കും. നമ്മളുടെ രോഗം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് മിററിൽ നോക്കി പറയുകയും അതോടൊപ്പം തന്നെ എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നിരിക്കുന്ന സെൽഫ് ലവ് മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യുക. സ്വയം സ്നേഹിക്കുന്നതിലൂടെ മനസ്സിന് മാത്രമല്ല സൗഖ്യമുണ്ടാകുന്നത്, ശരീരത്തിനും സൗഖ്യമുണ്ടാവും.
എപ്പോഴും സ്വയം സ്നേഹിക്കാത്തതിൻ്റെ ഫലമായാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ഇല്ലാതെയാകുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് സ്വയം സ്നേഹിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പൂർണ്ണമായും ഈ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. നാളെ പുതിയൊരു ആശയവും പരിശീലനവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.